إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله حق تقاته സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നല്ല രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ടും അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഹഖ്ഖ തുഖാതി, യഥാർത്ഥ തഖ്വ പാലിച്ചുകൊണ്ട്, യഥാർത്ഥ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളോടും നിങ്ങളോടും അള്ളാഹുവിന്റെ വസിയത്താണത്. അനിത്തഖുല്ലാഹ്, നിങ്ങൾ ജീവിതത്തിന്റെ നികല മേഖലകളിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ രക്ഷയുടെ മാർഗം. രഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷത്തിലും പ്രയാസത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും വില കൽപ്പിച്ചുകൊണ്ട് പരമാവധി വത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി തഖ്വ പാലിക്കുന്നവരിൽ, എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ ഉടനെ തൗബ ചെയ്ത് മടങ്ങുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അവിടുത്തോടുള്ള മഹബ്ബത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഷർത്തായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നിബന്ധനയായി പറഞ്ഞിരിക്കുന്നത് ഫത്തബിഊനി, നബിയെ പറയുക, എന്നെ നിങ്ങൾ പിൻപറ്റണം. യഗ്ഫിർ ലക്കും യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, പല ആളുകളും അള്ളാഹുവിനോടുള്ള സ്നേഹം ഒരു വാദമായി കൊണ്ട് നടന്നപ്പോൾ അള്ളാഹു അതിനൊരു ഷർത്ത് വെച്ചു, ഇത്തിബാഉർ റസൂൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളത്. ആ നിബന്ധനയിൽ മാറ്റുരച്ചുകൊണ്ടാണ് അള്ളാഹുവിനുള്ള സ്നേഹം നമുക്ക് അളക്കാൻ സാധിക്കുക. നാം ഓരോരുത്തരും ഫത്തബിഊനി എന്ന ആ നിബന്ധന പാലിക്കുന്നുണ്ടോ? വാക്കിലും നോക്കിലും സ്വഭാവത്തിലും പ്രവൃത്തിയിലും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കച്ചവടത്തിലും ഇടപാടുകളിലും നിലപാടുകളിലുമെല്ലാം ഒരു സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ എന്നുള്ള കൃത്യമായ അധ്യാപനങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മോട് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. അവിടുന്ന് അവസാനത്തെ വസിയത്തായിക്കൊണ്ട് ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞ കൂട്ടത്തിൽ കാണാം,
തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വളരെ കൃത്യമായ വ്യക്തമായ ഒരു പാതയിലാകുന്നു. അതിൽ നിന്ന് തെന്നിപ്പോകുന്നത് സ്വയം നശിക്കാൻ ഒരുങ്ങിയവർ മാത്രമാണ്. അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിൽ വിഷമിച്ചിരിക്കുന്ന സഹാബത്തിനോട് ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞത്, രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. തറക്തു ഫീകും ശൈഅൈനി ഔ അംറൈനി ലൻ തദില്ലു ബഅദി ഇൻ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. സഹാബത്തെ, രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. അള്ളാഹുവിന്റെ കിതാബും എന്റെ ചര്യയും അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പിഴച്ചു പോവുകയില്ല. ഒരുപാട് കക്ഷികളും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് സരണികളും പാതകളും കാണുമ്പോൾ നമുക്ക് രക്ഷയുടെ മാർഗമായി കൊണ്ട് മുറുകെ പിടിക്കാനുള്ളത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാകുന്നു. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റേത് ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യുമിനു അഹദുകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല നിങ്ങളുടെ ഇഷ്ടം ഞാൻ കൊണ്ടുവന്നതിനോട് സമരസപ്പെട്ടു വരുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ അനുസരിക്കുന്നു, പക്ഷെ അതിനോട് ഒരു വെറുപ്പ് വന്നാൽ അവിടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ അത് വേഷത്തിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും പ്രവർത്തനങ്ങളിലാണെങ്കിലും നമ്മളത് അംഗീകരിക്കുന്നതോടൊപ്പം ആ സുന്നത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുകയും വേണം. അത് നമ്മൾ സന്തോഷത്തോടെ നെഞ്ചിലേറ്റണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. നിങ്ങളുടെ ഉള്ളിലെ ഇഷ്ടം ഞാൻ കൊണ്ടുവന്നതിനോട് സമരസപ്പെട്ടു വരുന്നത് വരെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഏതൊരു മുഅ്മിനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വളരെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളായിരുന്നു, നമുക്കറിയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. റസൂലേ, എനിക്ക് എന്തിനേക്കാളും അങ്ങയോടാണ് ഇഷ്ടം, ഇല്ലാ മിൻ നഫ്സി, എന്റെ നഫ്സ് ഒഴിച്ച്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും മറച്ചു വെക്കാത്ത, ഫോർമാലിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ നേരെ ചൊവ്വെ തുറന്നു പറയുന്ന ആളാണ്. അതുകൊണ്ട് അപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാട് തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ നഫ്സ് ഒഴിച്ച് ബാക്കി ആരെക്കാളും എന്തിനേക്കാളും നബി അങ്ങയാണ് എനിക്കിഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി. ഉമറേ, ആയിട്ടില്ല. അങ്ങനെ ആയാൽ പോരാ. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഉമറേ, താങ്കളുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ താങ്കളുടെ നഫ്സിനെക്കാളും ഞാൻ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവനാകണം. ഉടനെ അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഫഖാല ഉമർ റളിയല്ലാഹു അൻഹു ഫഇന്നഹുൽ ആന വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, ഇതാ ഈ നിമിഷം മുതൽ എന്റെ നഫ്സിനേക്കാൾ അങ്ങാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആന യാ ഉമർ. ഏതൊരു വിശ്വാസിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ്, ആ ഉറപ്പ് അള്ളാന്റെ റസൂൽ കൊടുക്കുകയാണ്. അൽ ആന യാ ഉമർ, ഇപ്പൊ ഈമാൻ പൂർത്തിയായി. ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് നമ്മുടെ തന്നിഷ്ടങ്ങളെക്കാളും സ്വന്തം ഇഷ്ടങ്ങളെക്കാളും നാം മനസ്സിലാക്കി പോകുന്ന അല്ലെങ്കിൽ നാം ആചരിച്ചു പോകുന്ന കാര്യങ്ങളെക്കാളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളെക്കാളും നമ്മുടെ കാക്കക്കാരനോമാരോ തറവാട്ടുകാരോ ചെയ്യുന്നതിനേക്കാളും അതിനേക്കാളൊക്കെ ഇഷ്ടം അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നതിനോടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. റസൂലേ, അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല അവർക്കിടയിൽ ഭിന്നിപ്പുള്ള കാര്യങ്ങളിൽ അങ്ങേ അവർ വിധികർത്താവാക്കുന്നതുവരെ. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലേ എന്റെ നേതാവ് എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങളെ തറവാട്ടുകാരാ വിഷയത്തിൽ എന്താ പറഞ്ഞത്, ഞങ്ങളെ നാട്ടുകാരാ വിഷയത്തിൽ എന്താ പറഞ്ഞത്, എന്റെ ഗ്രൂപ്പുകാരനാ വിഷയത്തിൽ എന്താ പറഞ്ഞത്, അങ്ങനെയല്ല.
അവർക്കിടയിൽ ഭിന്നിപ്പുള്ള ഏതൊരു വിഷയത്തിലും അവസാന വാക്ക് വിധികർത്താവാകി അങ്ങേ അവർ സ്വീകരിക്കണം. അള്ളാന്റെ റസൂലിനെ അവർ സ്വീകരിക്കണം. പോരാ, സ്വീകരിച്ചാൽ മാത്രം മതിയോ? മാത്രം പോരാ. അത് അവിടെ അവസാനിച്ചില്ല. അങ്ങ് ആ വിഷയത്തിൽ പറഞ്ഞ വിധിയോട്, തീർപ്പിനോട് മനസ്സിന്റെ ഉള്ളിൽ ഒരു നീരസവും ഒരു ചൊറിച്ചിലും അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വിഷയത്തിൽ എന്താ നിലപാട് പറഞ്ഞത്? അത് അന്വേഷിക്കുക, അത് മനസ്സിലാകുന്നത് വരെ നമുക്ക് നമ്മളെ അഭിപ്രായമൊക്കെ പറയാം. പക്ഷേ അള്ളാന്റെ റസൂൽ ഇന്നതാണ് ആ കാര്യത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണം. വയുസല്ലിമു തസ്ലീമാ, അങ്ങയുടെ വിധിക്ക് അവർ പൂർണ്ണമായി കീഴൊതുങ്ങുന്നത് വരെ അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാന്റെ റസൂൽ എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക. റസൂൽ അരുതെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കുക. ഈ ഇത്തിബാഅാണ് യഥാർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം, പ്രവാചക സ്നേഹം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ അള്ളാഹു അവിടുത്തെ മേൽ റഹ്മത്ത് ചെയ്യുന്നു. അതുപോലെ ഉന്നതമായ മലക്കുകളുടെ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുന്നു. അതുപോലെ മലായികത്തുഹു, മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തിനും സലാമിനും റഹ്മത്തിനും വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു. ഇങ്ങനെ അള്ളാഹുവിന് ശേഷം മലക്കുകളും ചെയ്യുന്ന ഒരു കാര്യം യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് സഹാബത്ത് ചോദിച്ചു. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാം ഞങ്ങൾക്കറിയാം റസൂലേ, എങ്ങനെയാണ് സ്വലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അതിന്റെ തന്നെ വിവിധ റിവായത്തുകൾ, 6-7 രൂപത്തിലുള്ള സ്വലാത്തിന്റെ റിവായത്തുകൾ, ഇബ്രാഹിമിയ സ്വലാത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഹദീസിൽ സ്വഹീഹായി വന്നത് നമുക്കറിയാം. ആ സ്വലാത്താണ് നമ്മൾ നമസ്കാരത്തിൽ തശഹുദിന് ശേഷം, അത്തഹിയാത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്നത്. അതുപോലെ ചുരുങ്ങിയ രൂപത്തിൽ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. ഏറ്റവും വലിയ പിശുക്കൻ ഞാൻ, എന്റെ പേര് പറയപ്പെടും, എന്റെ മേൽ സ്വലാത്ത് ഇല്ലാത്തവനാകുന്നു. അതുപോലെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ധാരാളം സ്വലാത്ത് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസ് യൗമുൽ ജുമുഅ ഫഅക്സിറു അലയ്യ സ്വലാത്ത് വസ്സലാമ ഫീ. ഏറ്റവും നല്ല സൂര്യൻ ഉദിച്ച ദിവസങ്ങൾ വെച്ച് ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അന്ന് നിങ്ങൾ എന്റെ മേൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ദിവസങ്ങൾ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും അഷ്റഫുൽ ഖൽഖ് അള്ളാഹുവിന്റെ റസൂലാണ്. നമുക്ക് എല്ലാ നന്മയും പഠിപ്പിച്ചു തന്ന, എല്ലാ തിന്മകളും നമ്മെ താക്കീത് ചെയ്ത അള്ളാഹുവിന്റെ റസൂൽ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ധാരാളം സ്വലാത്ത് ചൊല്ലുന്നതിൽ വലിയ പുണ്യമുണ്ട്. അതുപോലെ തന്നെ ചുരുങ്ങിയ രൂപത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അങ്ങനെയും സ്വലാത്ത് ചൊല്ലാം. എന്നാൽ പിൽക്കാലക്കാര് ഉണ്ടാക്കിയ ഒരുപാട് സ്വലാത്തുകളുണ്ട്. അതിൽ പല ബിദ്അത്തായ പ്രയോഗങ്ങളുമുണ്ട്. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട പല വിശേഷണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ആരോപിക്കുന്ന സ്വലാത്ത്, നാരിയ സ്വലാത്ത് പോലെ ഹിജ്റ 8-ാം നൂറ്റാണ്ട് വരെ മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്തല്ല അത്. ഒരിക്കൽ മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ചാൽ, റസൂലെ അല്ലാഹു നിങ്ങൾ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിന് തുല്യനാക്കുകയാണോ? ആ സഹാബി ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല അല്ലാഹുവിനെ പോലെയാണ് റസൂൽ എന്ന്. പക്ഷേ അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ചാൽ എന്ന് ചേർത്ത് പറഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി തിരുത്തി. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മൗലിദുകൾ, ആ മൗലിദുകൾ പ്രത്യേകമായി റബീഉൽ അവ്വലിന് 12-നോ അതുപോലെ തന്നെ ഇപ്പൊ കുറച്ചായിട്ട് റബീഉൽ അവ്വൽ മാസം മുഴുവനായിട്ട് മൗലിദുകളാണ്.
സത്യത്തിൽ അതിന് രണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരു ചര്യ, ഇങ്ങനെ ഒരു ആചാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ നന്മയിൽ മുൻകടന്നവരായ ഉത്തമ നൂറ്റാണ്ടുകാരോ ആചരിച്ചിട്ടില്ല എന്ന് അത് ആചരിക്കുന്നവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് ആചരിക്കുന്നവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഉത്തമ നൂറ്റാണ്ടുകാർ അൽ ഖുറൂനുൽ മുഫദ്ദല ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്, അതിനുശേഷം വരുന്നവരാണ്, പിന്നെ അതിനുശേഷം വരുന്നവരാണ്. ആ 3 നൂറ്റാണ്ടുകാർക്കും അത് പരിചയമില്ല. പിന്നീട് വന്ന ചില രാജാക്കന്മാർ അവരുടെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കിടയിൽ പ്രവാചക സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, അതുപോലെ ഫാത്തിമിയ ഷിയാക്കളായ ചില പ്രത്യേക ഷിയാ വിഭാഗങ്ങളൊക്കെയാണ് ഒരു പ്രത്യേക ആചാരം പോലെ മൗലിദ് കൊണ്ടാടാൻ തുടങ്ങിയത്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് 2 വലിയ പ്രശ്നങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ കാണിക്കാത്ത ഒരു ആചാരം ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ അല്ലേ, ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കണില്ലേ, വണ്ടി ഉപയോഗിക്കണില്ലേ? മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ, കൃത്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും പുതു നിർമ്മിതികൾ ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുത്ബകളും പറയാറുണ്ട്, ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ പുതുനിർമ്മിതികളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതുനിർമ്മിതികളും അത് പുത്തൻ ആചാരങ്ങളാണ്. എല്ലാ പുത്തൻ ആചാരങ്ങളും വഴികേടാണ്. എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളും അത് ചെയ്യേണ്ടതില്ല. കാരണം നല്ലതല്ലേ എന്ന ഒരു ന്യായത്തിൽ ആരെങ്കിലും ചെയ്താൽ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ ഫകഅന്നമാ സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് കൃത്യമായി പറഞ്ഞു, ആരെങ്കിലും ഒരു ബിദ്അത്ത് ദീനിൽ ഉണ്ടാക്കിയിട്ട് അത് നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂൽ ആ റിസാലത്ത് പൂർണ്ണമായിട്ട് എത്തിച്ചു തന്നിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. വിശ്വാസം പറഞ്ഞു, സ്വർഗത്തോട് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങൾക്ക് ഇന്നിതാ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്റെ ഏറ്റവും വലിയ അനുഗ്രഹം നിഅമത്ത് നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു, പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇസ്ലാം ദീനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ആ പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ പിന്നീട് ആർക്കും പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവരാൻ അവകാശമില്ല. അങ്ങനെ ഒരു നന്മയുണ്ടെങ്കിൽ നന്മയിൽ മുൻകടന്ന മുഹാജിറുകളും അൻസാറുകളും താബിഈങ്ങളും തബഅ താബിഈങ്ങളും അവർ അതിൽ നമ്മെ മുൻകടക്കുമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രം മതി നമുക്കതിൽ നിന്ന് ഒഴിവാകാൻ. ഇപ്പൊ നബിദിനത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. വിശ്വാസം താക്കീത് ചെയ്തതുപോലെ മുൻ സമുദായങ്ങളെ ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴമായിട്ടും പിൻപറ്റുന്ന അവസ്ഥയിലാണ്. ക്രിസ്മസ് കേക്ക് പോലെ ഇപ്പൊ നബിദിന കേക്ക് വരാൻ തുടങ്ങി. ക്രിസ്മസിന് അവരുടെ ചർച്ചകൾ അലങ്കരിക്കുന്നത് പോലെ മുസ്ലിം പള്ളികൾ അലങ്കരിക്കപ്പെടാൻ തുടങ്ങി. നക്ഷത്രങ്ങൾ തൂക്കുന്നതിന് പകരം ചന്ദ്രക്കലകൾ തൂക്കാൻ തുടങ്ങി. ആ നിലക്ക് എല്ലാ രൂപത്തിലും മുൻ സമുദായങ്ങളെ പിൻപറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളിതാ ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാ ഹത്താ വലൗ ദഖലൂ ജുഹറ റബ്ബിൻ ലദഖൽതുമു. ഇസ്ലാം പറയുകയാണ്, ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് നിങ്ങൾ അവരെ പിൻപറ്റും. എത്രത്തോളം ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ കടന്നാൽ അവിടെ നിങ്ങൾ കടക്കാൻ ശ്രമിക്കും. ഉടുമ്പിന്റെ മാളെന്ന് പറഞ്ഞാല് കടക്കാൻ വളരെ പ്രയാസമുള്ള മാളാണ്. അതിന്റെ പ്രത്യേക രൂപത്തിലാണ് അതിന്റെ മാളുണ്ടാവുക. നേരെ കണ്ട് കടന്നില്ലാൻ പറ്റൂല. അത്രയും പ്രയാസമുള്ള സ്ഥലത്തേക്കാണ് അവർ ചെന്നതെങ്കിൽ അവിടെ നിങ്ങൾ കടക്കാൻ നോക്കും. സഹാബത്ത് ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, റസൂൽ നിങ്ങൾ യഹൂദ നസാറാക്കളാണ് ഉദ്ദേശിച്ചത്? പറഞ്ഞു, ഫമൻ, അവരല്ലാതെ ആരെ നിങ്ങളുടെ ഈ സമുദായം പിൻപറ്റാൻ പോകുന്നത് അവസാന കാലമാകുമ്പോൾ. അതുകൊണ്ട് സത്യവിശ്വാസിനികളെ നമുക്കത്തരം പുത്തനാചാരങ്ങളുടെ ആവശ്യമില്ല. സഹാബത്തെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചോ, താബിഈങ്ങൾ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചോ, തബഉ താബിഈങ്ങൾ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചോ, ആ നിലക്കാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ നിലക്കാണ് നമ്മൾ ഇത്തിബാഅോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മനസ്സിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് നമുക്ക് എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ഹുബ്ബുർ റസൂൽ ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും
നേരെ മറിച്ച് കൊല്ലത്തിലോ ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ പ്രത്യേകമായ പുത്തൻ ആചാരങ്ങളിലൂടെ ആചരിക്കാനുള്ളതല്ല പ്രവാചക സ്നേഹം. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിലെ അവസാന കാലക്കാർ ആദ്യകാലക്കാർ എന്തുകൊണ്ട് നന്നായോ അതുകൊണ്ടേ നന്നാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യകാലക്കാരായ സലഫുസ് സാലിഹീങ്ങൾ അവർ ചെയ്യാത്ത ഏത് ആചാരങ്ങൾ നമ്മൾ ചെയ്താലും അതിൽ നന്മയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സലഫുസ് സാലിഹീങ്ങളുടെ ആ പാതയും പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين أوصيكم ونفسي أولا بتقوى الله. സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ കൈക്കൊള്ളണേ എന്ന് എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിലെ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്ന ചില ആഘോഷ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അവ സ്വാഭാവികമായിട്ടും യസ്രീബ് എന്ന് പേരുള്ള മദീന ആ മദീനത്തുർ റസൂൽ എന്ന് പേര് സ്വീകരിക്കുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറയുന്നു എന്ന് കാതോർത്തു നിൽക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് വേണ്ടി അത് ശിരസാ വഹിക്കാൻ വേണ്ടി തലതാഴ്ത്തി നിൽക്കുന്ന ആ സഹാബത്ത് അവർ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ജാഹിലിയ കാലത്ത് ചില ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും കളിക്കുകയും ആഘോഷിക്കുകയും ഉല്ലസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ വേറെ എന്തെങ്കിലും വിഗ്രഹാരാധനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ആ ഹദീസിൽ പറയുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു ആഘോഷം എന്ന നിലയ്ക്ക് ഒരുമിച്ച് കൂടിയിട്ട് ജാഹിലിയ കാലത്തെ ആഘോഷമാണ്, ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കളിക്കും, ഒരു ഉല്ലാസമായിട്ട് 2 ദിവസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, ലഖദ് അബ്ദലകുമുല്ലാഹു ബിയൗമൈനി ഔ ഈദൈനി ഖൈറൻ മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല 2 ഈദുകൾ നിങ്ങൾക്ക് അതിന് പകരമായി നൽകിയിരിക്കുന്നു. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും ഏറ്റവും നല്ല ആഘോഷ ദിവസങ്ങൾ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ സ്മരിക്കാനും തക്ബീർ ചൊല്ലാനും തഹ്ലീൽ ചൊല്ലാനും സന്തോഷിക്കാനും പരസ്പരം ആശംസകൾ കൈമാറാനും ഈ 2 ഈദുകൾ മാത്രമാണ് വിശ്വാസികൾക്കുള്ള ആഘോഷങ്ങൾ. കാരണം ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നും അർത്ഥമുണ്ട്, ആദ യഊദു മടങ്ങി വരുന്നത് എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഓരോ വർഷവും ഇങ്ങനെ ആചരിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായ ചര്യയായി മാറുന്ന സ്വഭാവം വരുന്നുണ്ട്. മാത്രമല്ല ആ ദിവസത്തിന് ചില പ്രത്യേകതകൾ അതിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി നാം നമ്മുടെ നിലപാടുകൾ പറയുന്നത്. ഏത് ആഘോഷങ്ങളാണെങ്കിലും അവിടെ ഒരു മതപരമായ ആഘോഷം എന്നുള്ള നിലക്ക് നമുക്ക് ഉൾക്കൊള്ളാനും ആചരിക്കാനും പറ്റുന്ന 2 ആഘോഷങ്ങൾ മാത്രമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്ന ഖൈറായ 2 ആഘോഷങ്ങൾ. വേറെ ഒരുപാട് ആഘോഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ പിന്നീട് കടന്നുകൂടിയ നബിദിനം പോലെയുള്ള ആഘോഷങ്ങളാണെങ്കിലും ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സഹജീവികളായിട്ടുള്ള മറ്റ് ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളാണെങ്കിലും അത് ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും അതിനൊക്കെ അവരുടേതായ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം
ഈ രാജ്യത്തുണ്ട്. പക്ഷേ ഒരു സത്യവിശ്വാസിനിക്ക് അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകരം നൽകി, നിങ്ങൾക്ക് അള്ളാഹു പകരം നൽകി എന്ന് പറഞ്ഞ രണ്ടേ രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ. അവിടെ കൃത്യമായ നമ്മുടെ നിലപാട് നമുക്ക് പറയാൻ സാധിക്കണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅബദതും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് മക്കയിലെ മുശ്രിക്കുകൾ ചില കോംപ്രമൈസിന് ശ്രമിക്കുകയുണ്ടായി. ഒരു നിലക്കും ഈ ദീനിന്റെ ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഈ ദഅവത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഓരോ ദിവസവും അതിൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ശക്തമായ പീഡനങ്ങൾ നടത്തിയിട്ടും നെഞ്ചിൽ കല്ല് കയറ്റി വെച്ചിട്ടും ഇരുമ്പ് ചൂടാക്കി വെച്ചിട്ടും നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടും ഇരുമ്പിന്റെ ചെറുപ്പുകൾ കൊണ്ട് വലിച്ച് ആ മാംസം കീറി നോക്കിയിട്ടും ആ ശക്തമായ ഈമാനിന് ഒരു കോട്ടവും പറ്റാതെ സഹാബത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കാണുമ്പോ അവര് ശ്രമിച്ചു നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അവരൊരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെയാണ് കൃത്യമായിട്ട് നിലപാട് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നു ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്ന റബ്ബിനെ അല്ല നിങ്ങളും ആരാധിക്കുന്നത്. നിങ്ങളുടെ ആരാധനാ രീതി എനിക്ക് സ്വീകാര്യമല്ല, എന്റെ ആരാധനാ രീതി നിങ്ങൾക്കും സ്വീകാര്യമല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അവിടെ ആർക്കും സംശയം തോന്നേണ്ടതില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അന്ന് പറഞ്ഞിട്ടില്ലേ, കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മക്ക യഥാർത്ഥത്തിൽ ബഹുസ്വര സമൂഹം തന്നെയായിരുന്നു. മക്ക. ഒരിക്കലും ഇസ്ലാമിക രാജ്യമായിരുന്നില്ല അന്ന് മക്ക. അവിടെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ആ തൗഹീദിന് കോട്ടം പറ്റുന്ന ഒരു കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആഘോഷങ്ങളോട് വിശ്വാസിയുടെ നിലപാട് കൃത്യമാണ്. അതിൽ ഒരു നിലക്കും സഹകരിക്കാനോ അതിൽ പങ്കെടുക്കാനോ നമുക്ക് അനുവാദമില്ല. എന്നാൽ മറ്റു മതസ്ഥർക്ക് ജനാധിപത്യ രാജ്യങ്ങളിൽ, ബഹുസ്വര രാജ്യങ്ങളിൽ അവർക്ക് അവരുടേതായ മതസ്വാതന്ത്ര്യമുണ്ട്. അതിന് ഭംഗം വരുത്താനോ അതിന് കളങ്കം വരുത്താനോ നമുക്ക് അവകാശമില്ല. എന്നാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ഒരു കാര്യമുണ്ട്. കൃത്യമായി ഓരോരുത്തർക്കും അവരുടെ മതം ആചരിക്കാനും പ്രബോധനം ചെയ്യാനുമുള്ള വളരെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം. എന്നാൽ ഇന്ന് പലർക്കും എന്താണ്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, എന്തോ ഒരു കുറച്ചില് പോലെ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്, ദഅവത്ത് പൊതു സ്പേസിൽ പാടുണ്ടോ? എല്ലാ അമ്പിയാക്കളും പൊതു സ്പേസിൽ തന്നെയാണ് ദഅവത്ത് നടത്തിയിട്ടുള്ളത്. അല്ലാഹു കൃത്യമായിട്ട് പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരാശി മുഴുവൻ നഷ്ടത്തിലാണ്. 4 സ്വഭാവങ്ങളുള്ളവരൊഴികെ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഹക്ക് പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വസിയത്ത് ചെയ്യുകയും ആ മാർഗത്തിൽ പരസ്പരം ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. അതുകൊണ്ട് നാം കൃത്യമായി നമ്മുടെ ആദർശവും നിലപാടുകളും മനസ്സിലാക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യണം. അതിനർത്ഥം ഒരിക്കലും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഇടപെടുകയോ ചെയ്യുക എന്നുള്ളതല്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആ അടിസ്ഥാനപരമായ ആശയത്തിന്, ആ തൗഹീദിന് കളങ്കം വരുന്ന ഒരു ആഘോഷങ്ങളോടും നമുക്ക് സമരസപ്പെടുക സാധ്യമല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്നുള്ളതാണ്. അത്തരം ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളോടുമുള്ള നമ്മുടെ നിലപാടുകൾ, നേരെ മറിച്ച് മറ്റുള്ള മാനുഷികമായ വിഷയങ്ങളിൽ, ആതുര സേവന പ്രവർത്തനങ്ങളിൽ, മാനുഷികമായ സഹായങ്ങളിൽ അതിൽ ഒരിക്കലും നമുക്ക് മതപരമായിട്ടുള്ളതോ മറ്റുള്ള ഒരു ചേരിതിരിവും നമുക്കില്ല. മാനവികമായ കാര്യങ്ങൾ നമുക്ക് സൗഹാർദ്ദമാകാം. എന്നാൽ മതപരമായ ആചാരങ്ങളിലും ആശയങ്ങളിലും വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും കൃത്യമായ നിലപാടുള്ളവരാണ് സത്യവിശ്വാസികൾ. അത് പറയാൻ ഒരിക്കലും മടിക്കേണ്ടതില്ല. കാലം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു കാലം വരും,
വരും. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബീഉ ദീനഹു ലിഅർദിൻ മിനദ് ദുനിയാ ഖലീൽ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം അവിശ്വാസിയായിട്ടുണ്ടാകും. വൈകുന്നേരം മുഅ്മിനായവൻ പിറ്റേന്ന് രാവിലെ അവിശ്വാസിയായിട്ടുണ്ടാകും. യബീഉ ദീനഹു ലിഅർദിൻ മിനദ് ദുനിയാ ഖലീൽ. തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ദീന് വിൽക്കുന്നവരുണ്ടാകും. ആ ഒരു കാലഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീക്കട്ട കയ്യിൽ പിടിച്ചതുപോലെയുള്ള ദിവസങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രയാസങ്ങളിലൊന്നും സത്യവിശ്വാസികൾ പതറിപ്പോകാതെ ആഖിറമാണ് ഏറ്റവും അവശേഷിക്കുന്നത്. ആഖിറമാണ് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് നല്ലത്. ഈ ദുനിയാവിലെ ജീവിതം ആഖിറത്തിലേക്കുള്ള ഒരു യാത്ര മാത്രമാണെന്നുള്ള ഓർമ്മയോടുകൂടി യഥാർത്ഥ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും കൃത്യമായ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് സലഫുസ് സാലിഹീങ്ങളുടെ മുൻഗാമികളുടെ പാതയിൽ ഒരിക്കലും തെറ്റിപ്പോകാതെ യഥാർത്ഥ ഖുർആനും സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന അറിഞ്ഞോ അറിയാതെയുള്ള തെറ്റുകുറ്റങ്ങൾ, രഹസ്യമോ പരസ്യമോ ആയ എല്ലാ കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോക മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ അള്ളാഹു അവന്റെ സഹായവും നസ്റും ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുപക്ഷത്തെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ മുശ്രികീൻ വദമ്മിർ അദാക അദാഅദ്ദീൻ. നമ്മിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ബന്ധുക്കൾ, നമ്മുടെ ഇഷ്ടജനങ്ങൾ, ഒരുപാട് ആളുകൾ വിവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അള്ളാഹു അവർക്ക് എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അൻത ശാഫി അല്ലാഹുമ്മ ദഹിബിൽ ബഅസ് റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി لا شفاء إلا شفاؤك شفاء تاما لا يغادر سقما. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.